അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും തിയോടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ധ്രുവ് റാട്ടിയുടെ ഓഫൻസീവ് പൊളിറ്റിക്സ് എന്ന വിഷയത്തിൽ ഒരു വീഡിയോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്തിരുന്നു. ഇങ്ങനെ ഒരു വീഡിയോ, അതായത് ഒരു വീഡിയോ കൂടി ധ്രുവ് റാട്ടിയുമായി ബന്ധപ്പെട്ട് ചെയ്യണം എന്ന് തോന്നാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. കുറച്ച് ദിവസങ്ങളായിട്ട് ധ്രുവ് റാട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകൾക്ക് വലിയ സ്വീകാര്യത ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് അനിഷേധ്യമായ ഒരു സത്യമാണ്. വലിയ അളവിൽ തന്നെ ഒരുപാട് ആളുകൾ പ്രേക്ഷകരായി കാണുകയും ഒരുപാട് ആളുകൾ ആ വിഷയം മനസ്സിലാക്കുകയും, എത്രത്തോളം എന്ന് ചോദിച്ചാൽ ധ്രുവ് റാട്ടി പടച്ചുവിടുന്ന അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകൾക്ക് പലപ്പോഴും അദ്ദേഹത്തിന് നേരെ, ധ്രുവ് റാട്ടിക്ക് നേരെ ഹെയ്റ്റ് ക്യാമ്പയിനുകൾ പ്രഖ്യാപിക്കാനും അവരെ തെറികൾ പറയാനും അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കാനുമല്ലാതെ അവൻ ചെയ്യുന്ന വീഡിയോകൾക്ക് അക്കമിട്ട് എണ്ണമിട്ട് ഇന്ന കാര്യങ്ങൾ ധ്രുവ് റാട്ടി പറഞ്ഞത് തെറ്റാണ്, ശരിയല്ല, അത് ആരോപണമാണ് എന്ന് പറയാൻ ഇന്ന് വരെ ബി ജെ പിക്കോ കേന്ദ്ര സർക്കാരിനോ അല്ലെങ്കിൽ അവരുടെ ബുദ്ധിജീവികളെന്ന് അവകാശപ്പെടുന്ന ആളുകൾക്കോ അവർക്ക് വേണ്ടി വാലാട്ടുന്ന മീഡിയകൾക്കോ ഒന്നും സാധിച്ചിട്ടില്ല. അവരുടെ അണിയറ പ്രവർത്തകർക്ക് സാധിച്ചിട്ടില്ല, ആർക്കും കഴിയുന്നില്ല എന്നത് ഒരു വലിയ സത്യമാണ്. ഇപ്പം ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം, ധ്രുവ് റാട്ടിയുടെ വീഡിയോകൾ, അതിൻ്റെ സ്വാധീനം ഗ്രൗണ്ട് ലെവലിൽ വരെ കാണാൻ തുടങ്ങുന്നുണ്ട് എന്നത് ഒരു വലിയ സത്യമാണ്. അത് പലപ്പോഴും പല കാര്യങ്ങളിലും നമുക്ക് ആശ്വാസം പകരുന്നുണ്ട്. കാരണം ഈ രാജ്യം മൊത്തം നശിക്കാൻ പോകുന്നൊരവസ്ഥയിലേക്ക്, ജനാധിപത്യ സംവിധാനത്തിൽ നിന്ന് മാറി ഒരു ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് നമ്മുടെ നാട് മാറിപ്പോകുമ്പോൾ, നാട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, ഒരു ഏകാധിപത്യ സ്വഭാവം നാടിന് കൈവരുമ്പോൾ, ഈ നാട് നശിക്കരുതേ എന്ന് കരുതിയിട്ട് യാത്രക്കാരുമായിട്ട് പോകുന്ന ഒരു കപ്പൽ, ആ കപ്പലിനെ വെള്ളത്തിൽ മുക്കാൻ വേണ്ടി, കടലിൽ മുക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ദുശക്തികളായ ആളുകൾ കപ്പലിന് ഓട്ട തുളക്കാൻ ശ്രമിക്കുമ്പോൾ അതറിഞ്ഞിട്ട് ആ അക്രമം ചെയ്യുന്ന ആളുകളുടെ കൈക്ക് പിടിക്കാൻ ഏതെങ്കിലും ഒരാളെങ്കിലും മുന്നോട്ട് വന്നാൽ സ്വാഭാവികമായിട്ടും മറ്റു യാത്രക്കാർക്കുണ്ടാകുന്ന സന്തോഷം എന്തായിരിക്കും? പലപ്പോഴും നമ്മുടെ രാജ്യം ജനാധിപത്യത്തിൽ നിന്ന് ഏകാധിപത്യത്തിലേക്ക് പോകുന്നു എന്ന് തെളിവുകൾ സഹിതം ഇത്തരം ആളുകൾ വിശദീകരിക്കുമ്പോൾ, അതായത് ഓരോ സാധാരണക്കാരനും മനസ്സിലാകുന്ന രൂപത്തിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ, നമ്മുടെ രാജ്യം ചില കൊള്ളക്കാരുടെയും അഴിമതിക്കാരുടെയും കയ്യിൽ അകപ്പെട്ടിട്ടുണ്ട്, നമ്മുടെ രാജ്യത്തെ നമുക്ക് തിരിച്ചു പിടിക്കണം എന്ന് വളരെ ആത്മാർത്ഥമായിക്കൊണ്ട് ഇത്തരം വീഡിയോകൾ ധ്രുവ് പുറത്തിറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എങ്ങനെയാണ് ആ മേഖലയിൽ ഞാൻ പറയുന്നത് ധ്രുവിൻ്റെ എല്ലാ ആശയങ്ങളോടും അദ്ദേഹം പറയുന്ന എല്ലാത്തിനോടും എനിക്ക് യോജിപ്പുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, വിയോജിപ്പുകൾ ഉണ്ടാകാം. ഞാൻ പറയുന്നത് ധ്രുവ് റാട്ടി ഈ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ ഈ ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ അത് തീർച്ചയായും ശ്ലാഘനീയമാണ്, പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. നമ്മളെ കൊണ്ടാകും വിധം ആളുകളിലേക്ക് ഈ സത്യം എത്തിച്ചു കൊടുക്കാനുള്ള ദൗത്യം നിർവഹിക്കുകയും ചെയ്യേണ്ടതാണ്. ഇപ്പം ഞാനിത് പറയാനുള്ള കാരണം, ധ്രുവിൻ്റെ വീഡിയോകൾ വിദ്യാർത്ഥികളിൽ പോലും, ചെറിയ കുട്ടികളിൽ പോലും സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട് എന്നത് സത്യമാണ്. ഇപ്പോൾ ധ്രുവ് റാട്ടിയുടെ ഒരു വീഡിയോൻ്റെ താഴെ വന്ന ഒരു കമൻറ്റ് ഞാനൊന്ന് വായിക്കാൻ വിടാം. ഒരു കമൻറ്റ് ധ്രുവ് റാട്ടിയുടെ വീഡിയോൻ്റെ താഴെ വരികയുണ്ടായി. അതിൻ്റെ പ്രൊഫൈൽ ആരാണെന്നോ പേരാണെന്നോ ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു വീഡിയോൻ്റെ താഴെ വന്ന കമൻറ്റാണ്. അവർ പറയാണ്, ഐ എം എ 16-17 years old boy. I was also supporting BJP and Narendra Modi. But after watching Dhruv sir's realistic videos about how BJP is cheating us. BJP എങ്ങനെയാണ് ഞാൻ നരേന്ദ്രമോദിയെയും അതേപോലെ തന്നെ ബി ജെ പിയെയും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു 16-17 വയസ്സുള്ളൊരു കുട്ടിയാണ് ഞാൻ, ഒരു ബോയാണ് ഞാൻ. പക്ഷേ ഞാൻ ധ്രുവ് സാറിൻ്റെ വീഡിയോ കാണാൻ തുടങ്ങിയതിന് ശേഷം ബി ജെ പി എങ്ങനെയാണ് നമ്മളെ ചതിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചു. ഐ ഹാവ് കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ് മൈ മൈൻഡ് സെറ്റ് അബൌട്ട് ബി ജെ പി. അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാവിധ ചിന്താഗതികളും, ബി ജെ പിയെക്കുറിച്ചുള്ള എൻ്റെ എല്ലാ ചിന്താഗതികളും പൂർണ്ണമായി മാറിക്കിട്ടാൻ അത് കാരണമായി. ആൻഡ് ഐ ഹാവ് എ ഹ്യൂജ് റെസ്പെക്റ്റ് അബൌട്ട് ധ്രുവ് സാർ ഇൻ മൈ ഹേർട്ട്. ധ്രുവ് സാറിനെ ഞാൻ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യാണ്. ആൻഡ് ഐ ആം ട്രൈങ് ടു മൈ ബെസ്റ്റ് ടു ഇൻഫോം ദീസ് ന്യൂസ് ടു ഈച്ച് ആൻഡ് എവറി പീപ്പിൾ. ഇത്തരം വാർത്തകൾ, വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ മറ്റുള്ള ഓരോരുത്തരിലേക്കും എത്തിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട്. വി ക്യാൻ ഡു സാർ, നമുക്കിത് പറ്റും സാർ. മിഷൻ 100 crore വിൽ ബി സക്സീഡഡ്. 100 കോടി ജനങ്ങളിലേക്ക് ഇതെത്തിക്കാൻ തീർച്ചയായും ആ ഒരു മിഷൻ, ആ ഒരു പരിശ്രമം, ആ ഒരു ലക്ഷ്യം അത് സാക്ഷാത്കരിക്കപ്പെടും, അത് പൂർത്തിയാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് ചെറിയ കുട്ടികളിൽ പോലും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു വീഡിയോ ഞാൻ ഈ അടുത്ത് കാണാനിടയായി. ഒരു BJP അവതാരിക ഒരു കുട്ടിയുടെ അടുക്കൽ വന്നിട്ട് ഭയങ്കരമായിട്ട് പബ്ലിക് റിവ്യൂ എടുക്കുകയാണ്, ഒരുപാട് അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ ഈ കുട്ടി തിരിച്ച് ചോദിക്കുകയാണ്, കഴിഞ്ഞ 10 വർഷമായി നരേന്ദ്രമോദി സർക്കാർ രാജ്യം ഭരിച്ചിട്ട് എന്ത് നേട്ടമാണ് ഇവിടെ ഉണ്ടായത്?
അപ്പോൾ ആ BJP ധാരിക ഭയങ്കര അഭിമാനത്തോടെ പറയുകയാണ് 80 കോടി ജനങ്ങൾക്ക് റേഷൻ കൊടുത്തില്ലേ എന്ന്. അപ്പോൾ ആ കുട്ടി തിരിച്ചപ്പം ചോദിക്കുന്ന ഒരു ചോദ്യം, അതിനർത്ഥം നിങ്ങൾ ഇത്രയും കാലം നിങ്ങളല്ലേ പറഞ്ഞ് നമ്മുടെ രാജ്യം വലിയ അഭിവൃദ്ധി പ്രാപിച്ചിരിക്കുന്നു, നമ്മുടെ രാജ്യത്ത് വലിയ പട്ടിണിയില്ല, ദാരിദ്ര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രാജ്യത്തെക്കുറിച്ച് നിങ്ങളല്ലേ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് വലിയ അവകാശവാദങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 80 കോടി ജനങ്ങൾക്ക് റേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 80 കോടി ജനങ്ങൾ പട്ടിണിയിലാണ് നമ്മുടെ നാട്ടിലെന്നാണോ? ദരിദ്രരായിട്ട് 80 കോടി ഉണ്ട് എന്നാണോ എന്ന് ചോദിക്കുമ്പോൾ അവർക്കൊന്നും മിണ്ടാനില്ല. അപ്പോൾ അവർ ചോദിക്കുകയാണ് ഇത്തരം വാർത്തകൾ, ഇത്തരം കാര്യങ്ങൾ എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ധ്രുവിൻ്റെ വീഡിയോ കാണാറുണ്ടെന്നാണ് പറയണത്. ഞാൻ പറയുന്നത് അദ്ദേഹം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെറിയ അളവിലൊന്നുമല്ല, വലിയ രീതിയിലുള്ള സ്വാധീനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. സാധാരണ നമ്മൾ പറയാറുള്ള, അതായത് ചെറിയ പ്രവർത്തനങ്ങൾ മുഖേന വലിയ രീതിയിലുള്ള ചേഞ്ചുകളും ഇൻഫ്ലുവൻസും ഉണ്ടാക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയാറുള്ള ഒരു പ്രയോഗമാണ് ബട്ടർഫ്ലൈ ഇഫക്റ്റ്, ചിത്രശലഭ പ്രഭാവം. ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു ഒരു പൂമ്പാറ്റ ചിറകടിച്ചാൽ അത് ചിലപ്പോൾ ലോകത്തിൻ്റെ ഏതെങ്കിലും മറുവശത്ത് ഭൂകമ്പത്തിന് കാരണമാകുമെന്ന് പറയപ്പെടുന്ന ഒരു ടേമും അത്തരം ഒരു കാര്യം പറയാറുണ്ട്. സയൻറ്റിഫിക്കായിട്ട് അതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ചില തെളിവുകളും ഫാക്റ്റുകളൊക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ഏതായാലും അത് ഡീറ്റെയിൽഡായിട്ട് നമുക്ക് എന്താണെന്നറിയില്ല, അങ്ങനെ പറയപ്പെടുന്ന ചില പഠനങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, സത്യത്തിൽ ധ്രുവ് ചെയ്യുന്ന ഈ കാര്യം ഒരു ബട്ടർഫ്ലൈ ഇഫക്റ്റാണ്. അദ്ദേഹം ഒരാൾ നിന്ന് ചെയ്യുന്ന ഈ കാര്യങ്ങൾ ലോകത്ത് തന്നെ രാജ്യത്തുടനീളം വലിയ രീതിയിൽ സ്വാധീനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നത് വലിയ സത്യമാണ്. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, 1925 ഒരു കേശവ ബലിറാം ഹെഡ്ഗവാർ 1925 ഒരു വിജയദശമി ദിവസത്തിലാണ് RSS രാഷ്ട്രീയ സ്വയം സേവക് സംഘ് രൂപീകരിക്കുന്നത്. അതിനു മുമ്പും അതുണ്ട്, അതിൻ്റെ ആശയങ്ങളുണ്ട്, അതിൻ്റെ അലയലൊലികളുണ്ട്, ഒക്കെ ഉണ്ട്. 1925 അത് രൂപീകരിക്കപ്പെടുന്നത്. 1925 രൂപീകരിക്കപ്പെട്ട RSSൻ്റെ 100 വർഷത്തെ, അതായത് ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോൾ അവരുടെ ഒരു മിഷനാണ്, അവരുടെ ലക്ഷ്യമാണ് 2025 ആകുമ്പോഴേക്ക് ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രമായി മാറും എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലേക്കുള്ള അവരുടെ പ്രയാണത്തിൽ, അവരുടെ യാത്രയിൽ, അവരുടെ ലക്ഷ്യത്തിലേക്കുള്ള അവരുടെ മുന്നോട്ട് പോകൽ തടസ്സം സൃഷ്ടിക്കാനുള്ള പല ആളുകളും, പല സംഘടനകളും, പല ആളുകളും അതിനെതിരെ വരുമെന്ന് അവർക്കറിയാം. ജനാധിപത്യ ബോധമുള്ള മതേതരത്വം കാത്തു സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യസ്നേഹികളായ ഒരുപാട് ആളുകൾ അതിനെതിരെ വരുമെന്ന് അവർക്കറിയാം. എന്നാലും അവരുടെ ലക്ഷ്യത്തിലേക്ക് അവർ മുന്നോട്ട് പോകുമ്പോൾ അതിനെയെല്ലാം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നവർക്ക് കൃത്യമായൊരു പ്ലാനിംഗ് ഉണ്ട്. അതുകൊണ്ടാണ് RSSൻ്റെ ബുദ്ധിജീവി വിഭാഗമായ ഇൻ്റലിജൻഷ്യ അത് 1990കളിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ ഒരു മീറ്റിംഗ്, ആ ഇൻ്റലിജൻഷ്യയുടെ രഹസ്യ മീറ്റിംഗ് ബോംബെയിൽ വെച്ച് നടന്നിരുന്നു. അതിലെങ്ങനെയാണ് ഇതിനെതിരെ ആളുകൾ രംഗത്ത് വരുമ്പോൾ, ഈ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇതിനെതിരെ ആളുകൾ വരുമ്പോൾ അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് വരെ അത്തരം മീറ്റിങ്ങുകളിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഞാൻ അതിൻ്റെ ഉൾവശങ്ങളിലേക്കോ ഒന്നുമല്ല കടന്നു പോകുന്നത്. ഞാൻ പറയുന്നത്, എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഈ ധ്രുവിൻ്റെ വീഡിയോ കാണുമ്പോൾ, അതായത് 1925 അവർ ആരംഭിച്ചിട്ട് 2025 ആകുമ്പോഴേക്ക് അവരുടെ മിഷൻ, അവരുടെ ലക്ഷ്യത്തിലേക്ക് അവരെത്തി നിൽക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അവരുടെ കണക്കുകൂട്ടലിൽ വരാത്ത ഒരാളായിട്ട് ധ്രുവിനെ എനിക്ക് തോന്നാറുണ്ട്. അവരൊരു പക്ഷേ ഓർക്കാപുറത്ത് നമ്മൾ തലക്കട്ടി ഇടുക എന്നൊക്കെ പറയില്ലേ, ഇതേപോലെ അവരൊരു പക്ഷേ എനിക്ക് തോന്നുന്നില്ല, അവർ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടാകില്ല ഒരു പക്ഷേ ധ്രുവിനെ പോലെയുള്ള ഒരാൾ ഇവരുടെ അജണ്ടകളെ പൊളിച്ചടക്കൊണ്ട് രംഗത്ത് വരുമെന്നുള്ളത്. ഏതായാലും അവൻ ചെയ്യുന്ന വീഡിയോകൾ, അവൻ പുറത്തേക്ക് വിടുന്ന ഇൻഫർമേഷൻസും ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ വലിയ രീതിയിൽ സ്വാധീനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ആശ്വാസമാണ്. നമ്മുടെ രാജ്യത്തെ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയണം. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും മതമുള്ളവനും ഇല്ലാത്തവനും എല്ലാവരും തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ഒരു മതേതര ഇന്ത്യയെ, ഒരു ജനാധിപത്യ ഇന്ത്യയെ, ഒരു സഹിഷ്ണുതയും അതുപോലെ തന്നെ സമാധാനവും അതുപോലെ തന്നെ സഹനവുമെല്ലാം ഉൾക്കൊണ്ട് നിൽക്കുന്ന ഒരു സുന്ദരമായ ഒരു ഇന്ത്യയെ രൂപപ്പെടുത്തിയെടുക്കാൻ, തിരിച്ചു പിടിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.